morning, students. Today we continue the chapter painting. The previous class we studied the painting on newly plastered surface. Now we study painting on wood surfaces. First, painting on new wood surfaces. First, surface preparation. Surface preparation. Surface preparation. The wood should be well seasoned, dried, cleaned, and the surface made smooth with an emery paper. Nail, if any, should be driven out the surface by at least 3 mm. അതായത് ഫർണിച്ചറുകളൊക്കെ ആണെങ്കിൽ ഏത് വുഡ് വർക്ക് ആണെങ്കിലും അത് എല്ലാം വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും ലാസ്റ്റ് വർക്കാണ് നമ്മുടെ ഫിനിഷിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ പെയിന്റിംഗ് വർക്ക് വരുന്നത്. അപ്പോൾ അത് തന്നെ വെൽ സീസൺഡ് ആയിട്ട് സീസണിങ് പ്രോസസ് നടത്തിയിട്ടുണ്ടാവും. അതുപോലെ ഡ്രൈഡ് ആയിരിക്കും. അത് നമ്മൾ ക്ലീൻ ചെയ്യുക. അതിനോട് കൂടെ എമരി പേപ്പർ ഉപയോഗിച്ചിട്ട് അതിനെ സ്മൂത്തൻ ചെയ്യുക. എമരി പേപ്പർ എന്ന് പറയുന്നത് സാൻഡ് പേപ്പറാണ്. അത് പല നമ്പറുകളും കിട്ടും. 60, 40, 80, 100, 120 അങ്ങനെ പറഞ്ഞിട്ട് റേഞ്ചിൽ അതിന്റെ നമ്പർ കൂടുന്നതനുസരിച്ച് അതിന്റെ സ്മൂത്ത്നെസ് കൂടുക ചെയ്യാം. അപ്പോൾ അങ്ങനെ 320 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് റേഞ്ചിൽ അത് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല മിനുസാകാൻ വേണ്ടി അതിന് റേഞ്ച് കൂടിയ നമ്പർ കൂടിയത് വാങ്ങിക്കും. റഫ് വർക്ക് ആദ്യത്തെ വർക്കിനൊക്കെ നമ്മൾ നമ്പർ കുറഞ്ഞത് വാങ്ങിക്കും. ഇങ്ങനെ എമരി പേപ്പർ ഉപയോഗിച്ച് ആദ്യം നല്ല വുഡിനെ ക്ലീൻ ചെയ്യണം, സ്മൂത്ത് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഇടയിൽ ആണി വല്ലതും ഉണ്ടെങ്കിൽ വുഡ് വർക്കിന്റെ മുകളിൽ എന്തെങ്കിലും ചിലപ്പോൾ ആണിയൊക്കെ ഉണ്ടാവും. ആണിയൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് കളയുക. അത് ഫുള്ളായിട്ട് പോരുന്നില്ലെങ്കിൽ ഒരു 3 mm താഴോട്ടായിട്ട് നിൽക്കണം. മരത്തിന്റെ താഴോട്ടായിട്ട് അതിനെ നിർത്തുന്ന രീതിയിൽ പറിച്ച് കളയണം. ഓക്കെ, അത്രയും കഴിഞ്ഞാൽ നമ്മൾ നോട്ടിങ് ചെയ്യും. നോട്ടിങ് വുഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില വുഡുകൾ തേക്ക്, പ്രധാനമായിട്ട് തേക്കിന്റെ ഒക്കെ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ നോട്ട്സ് കാണും. ഇതിൽ നോട്ട് എന്ന് പറയും. അതായത് ശിഖരങ്ങൾ ഉണ്ടാവുന്ന ഭാഗത്ത്, അതുപോലെ ചില എന്തെങ്കിലും കമ്പുകളൊക്കെ വന്നിട്ട് ആ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ നോട്ട്സ് വരും. ഈ നോട്ട്സ് ഒരു വിധത്തിൽ പറഞ്ഞാല് കാണാൻ ഭംഗിയാണ്. മരം പോളിഷ് ചെയ്ത് കഴിഞ്ഞാല് മരത്തിന് നല്ല ഭംഗി കിട്ടുന്ന സംഭവമാണ് ഈ നോട്ട്സ്. അതേസമയം അതൊരു ഡിഫക്റ്റുമാണ്. അതിൽ നിന്നും റെസിൻ എക്സ്ക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ദോഷമാണ്. പക്ഷെ നമ്മള് ഈ റെസിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിന് അത് തടയാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് നോട്ടിങ് എന്ന് പറയുന്നത്. ഈ റെസിൻസ് ഇങ്ങനെ പുറത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ പെയിന്റിന് പീലിംഗ് സംഭവിക്കും. പീലിംഗ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. പീലിംഗ് അതായത് പെയിന്റ് ഇളകി അടന്നടന്ന് പോരാനുള്ള സാധ്യത കൂടും പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ. അതുപോലെ ക്രാക്കിംഗ് സംഭവിക്കും. പെയിന്റിൽ ക്രാക്കിംഗ് സംഭവിക്കും. അതുപോലെ തന്നെ അതിന് കളറിൽ ഫെയ്ഡ്, അതായത് ബ്രൗൺ ഡിസ്കളറേഷൻ വരാൻ സാധ്യതയുണ്ട്. കളറ് അതൊരു ബ്രൗൺ കളറിലേക്കായിട്ട് അതിങ്ങനെ ആയിപ്പോയില്ല. അപ്പൊ ഇതെല്ലാം നോട്ട്സ് കൊണ്ടുണ്ടാവുന്ന നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട്സ് നമ്മൾ റിമൂവ് ചെയ്യണം. നോട്ട്സ് ഇൻ ദ വുഡ് എക്സ്ക്രീറ്റ് റെസിൻ വിച്ച് കോസസ് ഡിഫക്ട്സ് സച്ച് ആസ് ക്രാക്കിംഗ്, പീലിംഗ് ആൻഡ് ബ്രൗൺ ഡിസ്കളറേഷൻ. Knotting is done so that resin cannot exude from the knots. അതായത് ഈ നോട്ടിൽ നിന്നും ഒരിക്കലും റെസിൻ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യുന്നത്. നോട്ടിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും റെസിൻ, മരത്തിന്റെ മരക്കറകളാണ് റെസിൻ എന്ന് പറയുന്നത്. മരക്കറകൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ഇതിനെ നമ്മൾ പുറമേൽ അടയ്ക്കുന്നതിനാണ്, ആ പ്രോസസ്സിനെയാണ് നോട്ടിംഗ് എന്ന് പറയുക. വേരിയസ് മെത്തേഡ്സ് ഓഫ് നോട്ടിംഗ് ആർ പുട്ടി നോട്ടിംഗ്. വ്യത്യസ്ത തരത്തിലുള്ള നോട്ടിങ്ങുകളുണ്ട്. അതിലൊന്നാണ് എന്ത് പുട്ടി നോട്ടിംഗ് എന്ന് പറയും.
പുട്ടി നോട്ടിങ്. ഫസ്റ്റ് വൺ പുട്ടി നോട്ടിങ്. പുട്ടി ഉപയോഗിച്ചിട്ട് നോട്ട് ചെയ്യുന്നതിനെ പുട്ടി നോട്ടിങ് എന്ന് പറയുന്നത്. പിന്നീട് സെക്കൻഡ് വൺ ലൈം നോട്ടിങ്. ലൈം നോട്ടിങ്. ലൈം നോട്ടിങ്. തേർഡ് വൺ വൈറ്റ് ലെഡ് നോട്ടിങ്. വൈറ്റ് ലെഡ് നോട്ടിങ്. ഫോർത്ത് വൺ ഷെല്ലാക്ക് നോട്ടിങ്. ഷെല്ലാക്ക് നോട്ടിങ്. ഷെല്ലാക്ക് നോട്ടിങ്. ഇങ്ങനെ 4 തരത്തില് നോട്ടിങ് ആണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. ഇതിന്റെ മെറ്റീരിയൽസ് എല്ലാം സ്റ്റേറ്റ് കടകളിൽ അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ട് ഈ മെറ്റീരിയൽസ് അതിൽ ഷെല്ലാക്ക് നോട്ടിങ് ഒക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിങ് ആണ്. അതായത് ഒരിക്കലും പുറത്ത് വരാതിരിക്കുന്ന ഒരു കോട്ടിങ് ആണ്. അപ്പോൾ കെമിക്കൽ എല്ലാം ഇതിൽ കൂടെ ഉണ്ടാവും. കെമിക്കൽ എല്ലാം ആഡ് ചെയ്തിട്ട് ഇതിന് മുകളിൽ നന്നായിട്ട് 1-2 ലെയർ നോട്ടിങ് നടത്തി ആ പാടെ അവിടെ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടാകും. അതിൻ്റെ ആ ഹോൾസ് എല്ലാം പാടെ അടച്ചു കളയുന്ന പ്രോസസ്സിനെയാണ് നോട്ടിങ്. ഓക്കെ, സർഫസ് പ്രിപ്പറേഷൻ പെട്ടതാണ് നോട്ടിങ്. സെക്കൻഡ് വൺ പ്രൈമിങ് കോട്ടിങ്. പ്രൈമിങ് കോട്ടാണ് നമ്മൾ സെക്കൻഡ് ആയിട്ട് അടിക്കുന്നത്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് പ്രൈമിങ് കോട്ട് ഓർ പ്രൈമർ ഈസ് ടു ഫോം ദ ബേസ് ഫോർ സബ്സിക്വന്റ് കോട്ട്സ്. അടുത്ത കോട്ടിന് ആവശ്യമായ ബേസ് നൽകുകയാണ്, അടിത്തറ നൽകുകയാണ് പ്രൈമിങ് കോട്ട് കൊണ്ട് ചെയ്യുന്നത്. സാധാരണയായിട്ട് വുഡ് പ്രൈമർ തന്നെ അവൈലബിൾ ആണ്. വുഡ് പ്രൈമർ എന്ന് പറയും. വുഡ് പ്രൈമർ ഉപയോഗിച്ചിട്ട് പ്രൈമിങ് കോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓയിൽ പ്രൈമർ ഉപയോഗിച്ചിട്ടും പ്രൈമിങ് കോട്ട് ചെയ്യാം. ഓയിൽ പ്രൈമർ, വുഡ് പ്രൈമർ എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൈമിങ് കോട്ട് ചെയ്യാം. ചിലർ സീലർ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. വുഡ് സീലർ എന്ന് പറഞ്ഞാൽ സീലർ കിട്ടും. സീലർ ഉപയോഗിച്ചിട്ടും പ്രൈമിങ് കോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ പേര് ഏറ്റവും ഉചിതമായത് വുഡ് പ്രൈമറോ ഓയിൽ പ്രൈമറോ ഒക്കെയാണ്. ഓക്കെ, പ്രൈമിങ് കോട്ട് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്? ആഫ്റ്റർ നോട്ടിങ്, priming coat is applied on the entire surface to fill all the pores. A second priming coat is applied after the first has dried. നോട്ടിംഗ് പ്രോസസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈമിംഗ് കോട്ട് അടിക്കുന്നത്. അത് എവിടെയാണ് അടിക്കും? നമ്മുടെ മൊത്തം സർഫസിൽ നമ്മൾ അടിക്കേണ്ട, വുഡിന്റെ എവിടേക്കാണ് പെയിന്റ് അടിക്കേണ്ട മൊത്തം സർഫസിൽ നമ്മൾ പ്രൈമിംഗ് കോട്ട് അടിക്കും. മനസ്സിലായില്ലേ? ആ പ്രൈമിംഗ് കോട്ട് മൊത്തം അടിച്ചിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചെറിയ ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം, ചെറിയ പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അടയും. അതുപോലെ തന്നെ അതിലുള്ള സർഫസിന് സെക്കൻഡ് കോട്ടിനുള്ള ബേസ് ആയിട്ടും ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയാണ്. ഇനി പ്രൈമിംഗ് കോട്ട് നമ്മൾ 1-2 ഒക്കെ അടിക്കാം. ഒന്ന് അടിച്ചിട്ട് അത് ഡ്രൈ ആയിട്ട് രണ്ടാമത് വേണമെങ്കിലും അടിക്കാം. അങ്ങനെ 1-2 പ്രൈമിംഗ് കോട്ട് നമുക്ക് അടിക്കാം. നെക്സ്റ്റ് സ്റ്റോപ്പിംഗ്. തേർഡ് വൺ സ്റ്റോപ്പിംഗ്. Stopping. After the priming coat, putty is applied to the pores of the surface. പ്രൈമിംഗ് കോട്ട് അടിച്ചിട്ട് വീണ്ടും ഹോൾസ് കാണുകയാണെങ്കിൽ അതിൽ നമ്മൾ പുട്ടി ഇടുന്നു. പ്രൈമിംഗ് കോട്ട് നമ്മൾ അടിച്ചു, എന്നിട്ടും ആ സർഫസുകൾ എവിടെയൊക്കെ എന്തുണ്ട്? പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ പോർസിനെ മൊത്തമായിട്ട് നമ്മൾ പുട്ടി ഇടുന്നു. പുട്ടി ഫുള്ളായിട്ട് ഇടാം. അതിൽ പോസ് ഉണ്ടെങ്കിൽ പോസിൽ മാത്രം അടയ്ക്കാം, അല്ല മൊത്തമായിട്ട് പുട്ടിയിടാം. അങ്ങനെ പുട്ടിയിട്ടിട്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഇറ്റ് ഈസ് റബ്ബ്ഡ് സ്മൂത്ത്. ആ പുട്ടി ഇട്ട് കഴിഞ്ഞാൽ അത് പുട്ടിയെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യണം? റബ്ബ് ചെയ്ത് കളയണം. നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് റബ്ബ് ചെയ്ത് കളയണം. അത് സ്മൂത്ത് ആയിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മിനുസായിട്ട് വരും.
ആ സ്മൂത്ത് ആയിട്ട് റബ്ബ് ചെയ്യുന്ന ആ പ്രോസസ്സ്, അതായത് പുട്ടിയിട്ടിട്ട് അതിനെ റബ്ബ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ വുഡ് സർഫസിന് മുകളിൽ പുട്ടിയിട്ടു, ആ പുട്ടിയിട്ടിട്ട് ആ പുട്ടിയെ നമ്മുടെ എമറി പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല സ്മൂത്ത് ആക്കി റബ്ബ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ്. ഓക്കെ. കളറിംഗ് പിഗ്മെന്റ് ഈസ് ആൾസോ ആഡഡ് ടു ഇറ്റ് ടു മാച്ച് ദ ഷെയ്ഡ് ഫോർ ദ ഫിനിഷ് കോട്ട്. നമുക്ക് ഈ പുട്ടിയിടുന്ന സമയത്ത് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം, കളറിംഗ് പിഗ്മെന്റ് ആഡ് ചെയ്യാം. എന്തിനാണ്? നമ്മുടെ ഫൈനൽ കോട്ടിന്റെ ഏതാണോ കളർ ആ കളറിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പിഗ്മെന്റ് നമുക്ക് ഈ സ്റ്റോപ്പിംഗ് പ്രോസസ്സിൽ ആഡ് ചെയ്യാം. ഓക്കെ. ലാസ്റ്റ് വൺ, ഫിനിഷിംഗ്. ലാസ്റ്റ് വൺ, ഫിനിഷിംഗ് കോട്ടാണത്. ഫിനിഷ് കോട്ട് നമ്മള് ലാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫിനിഷിംഗ് എന്ന് പറയുന്നത്. On drying, the selected paint is applied with brushes to bring smoothness and uniformity color. അതായത് നമ്മുടെ ലാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പെയിന്റിങ്ങിൽ. എന്ത് ചെയ്യുക, നമ്മുടെ ഏത് കളറാണോ പെയിന്റ് അടിക്കാൻ ആഗ്രഹിക്കുന്നത് ബ്രഷോ അല്ലെങ്കിൽ ഗണ്ണൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിന് മുകളിൽ അടിക്കും. അതെന്താണ്, ഒരേ കളർ എല്ലായിടത്തും കിട്ടും വേണം, അതുപോലെ തന്നെ സ്മൂത്തായി വരും വേണം. ഇത് വേണ്ടിയിട്ടാണ് ബ്രഷോ അല്ലെങ്കിൽ മറ്റു മെത്തേഡ് ഉപയോഗിച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യും, അതിന് മുകളിൽ അടിക്കും, പെയിന്റ് അടിക്കും. ആഫ്റ്റർ പെയിന്റിംഗ് ദ സർഫസ് ഇൻ വൺ ഡയറക്ഷൻ ദ ബ്രഷ് ഈസ് വർക്ക്ഡ് ഇൻ ദ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ടു എലിമിനേറ്റ് ബ്രഷ് മാർക്ക്. സാധാരണയായിട്ട് നമ്മൾ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ പെയിന്റ് അടിക്കും, കുറേ സ്ഥലത്ത് അടിക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് വട്ടം അടിക്കുന്നത് നമ്മൾ പ്രാക്ടിക്കൽ അടിക്കും. അതിനാണ് ആ ബ്രഷ് പോയ പാടുകൾ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ അടിക്കണം, അല്ലെങ്കിൽ ആ ബ്രഷ് ഉപയോഗിച്ച പാടുകൾ അവിടെ കാണും. ബ്രഷിന്റെ പാടുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഫസ്റ്റ് ഹൊറിസോണ്ടൽ അടിക്കും, വെർട്ടിക്കൽ അടിക്കും. അങ്ങനെ രണ്ട് രീതിയിൽ ആദ്യം അടിച്ചതിന് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ടാമത് അടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദിസ് ഈസ് നോൺ ആസ് ക്രോസിംഗ്. അങ്ങനെ ക്രോസിംഗ് എന്ന് പറയാം. നമ്മൾ ഈ ആദ്യം ഇങ്ങനെ അടിച്ചു പിന്നെ ഇങ്ങനെ അടിക്കുന്ന ആ പ്രോസസ്സിനെ ക്രോസിംഗ് എന്നാണ് പറയുക. ദിസ് ഇസ് നോൺ ആസ് ക്രോസിംഗ്. ആൾ ദ സക്സസീവ് കോട്ട്സ് ആർ അപ്ലൈഡ് ആഫ്റ്റർ ഡ്രൈയിങ് ആൻഡ് സ്ലൈറ്റ് റബ്ബിംഗ് ഓഫ് പ്രീവിയസ് കോട്ട്സ് ഫോർ കോപ്പർ ബോൺസ്. ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞ് അത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു എമറി പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യും, റബ്ബ് ചെയ്യും. റബ്ബ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ കോട്ട് അടിക്കുക. അപ്പോൾ റബ്ബ് ചെയ്യുന്ന എന്തിനാണ്, രണ്ടാമത്തെ കോട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രണ്ടോ മൂന്നോ ഫിനിഷ് കോട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക്. ഇതാണ് നമ്മുടെ ന്യൂലി വുഡ് സർഫസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സീക്വൻസസ്. ഫസ്റ്റ് വൺ സർഫസ് പ്രിപ്പറേഷൻ, അതിൽപ്പെട്ടതാണ് നോട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ പ്രൈമിംഗ് കോട്ട്, ദെൻ സ്റ്റോപ്പിംഗ്, ലാസ്റ്റ് വൺ ഫിനിഷ് കോട്ട്. ദീസ് ആർ ദ സീക്വൻസസ് ഓഫ് പെയിന്റിംഗ് ഓൺ ന്യൂലി വുഡ് വർക്ക്. ഓക്കെ. നെക്സ്റ്റ്, painting on old woodwork. Painting on old woodwork. നേരത്തെ പെയിന്റ് അടിച്ച മരത്തിന്റെ മുകളിൽ നമ്മൾ വീണ്ടും പെയിന്റ് അടിക്കുന്നതാണ് ഓൾഡ് വുഡ് വർക്ക്. ദ ഓൾഡ് പെയിന്റ് ഈസ് റിമൂവ്ഡ് വിത്ത് എ ഷാർപ്പ് ഗ്ലാസ് പീസ്, സാൻഡ് പേപ്പർ, പെയിന്റ് റിമൂവർ ഓർ വിത്ത് എ ബ്ലോ ലാമ്പ്. നമ്മൾ ആദ്യം പെയിന്റ് അടിച്ച മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഓൾഡ് പെയിന്റ് ആവശ്യമെങ്കിൽ റിമൂവ് ചെയ്യാം. വൃത്തികേടായിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. അല്ല നീറ്റായിട്ടിരിക്കുകയാണെങ്കിൽ അതിന് മുകളിൽ വേറെ കോട്ട് അടിച്ചാൽ മതി. അപ്പൊ എങ്ങനെയെല്ലാം ഓൾഡ് പെയിന്റ് റിമൂവ് ചെയ്യാം? ഗ്ലാസ് പീസ്, നല്ല ഗ്ലാസിന്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചുരണ്ടി കളയാം. ദെൻ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് വരച്ച് കളയാം. പെയിന്റ് റിമൂവർ, ഏതെങ്കിലും പെയിന്റ് റിമൂവർ ഉപയോഗിച്ചിട്ട്, കുട്ടിംബ്ലേഡ് പോലുള്ള പെയിന്റ് റിമൂവർ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ ബ്ലോ ലാമ്പ് ഉപയോഗിച്ച് കത്തിക്കും. ബ്ലോ ലാമ്പ് നിങ്ങൾ ഉണ്ടാവും, മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്ന ഒരു വിളക്കാണ്. ബ്ലോ ലാമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് കത്തിച്ച് കരിച്ച് കളയാം. അങ്ങനെ എല്ലാം പെയിന്റ് ചെയ്യാം, ഓൾഡ് പെയിന്റിനെ റിമൂവ് ചെയ്യാം. ഓക്കെ. എനി സ്മോക്കി ഓർ ഗ്രീസി സബ്സ്റ്റൻസ് ഷുഡ് ബി വാഷ്ഡ് വിത്ത് ലൈം ആൻഡ് സബ്സ്റ്റന്റിലി റബ്ബ്ഡ് വിത്ത് പുമിസ്റ്റോൺ. എന്തെങ്കിലും ഓയിലി ഗ്രീസി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കണം, നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. എന്നിട്ട് പുമിസ്റ്റോൺ ഉപയോഗിച്ച് നന്നായിട്ട്
റബ്ബ് ചെയ്യണം. ഓക്കെ. The surface is then washed with soap and water and dried completely. നമ്മൾ സോപ്പ് വാട്ടർ ഉപയോഗിച്ച് കഴുകുക, അത് കഴിഞ്ഞിട്ട് പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് കഴുകുക, എന്നിട്ട് അത് നന്നായിട്ട് ഉണക്കിയെടുക്കുക. Then 2 coats of paints are applied in a way similar to that of painting new works. അതിനുശേഷം 2 കോട്ട് പെയിന്റിങ് ഇതിന് മുകളിൽ അടിക്കുക. നമ്മുടെ ബ്രഷ് അല്ലെങ്കിൽ നൂല് വുഡ് വർക്കിന് മുകളിൽ ചെയ്ത പോലെ 2 കോട്ട് 3 കോട്ടോ പെയിന്റ് എന്ത് ചെയ്യുക. ഇത്രയാണ് ഓൾഡ് വുഡ് വർക്കിന്റെ പെയിന്റിങ് വരുന്നത്. പെയിന്റിങ് ഓൺ ന്യൂ iron work. Painting on new iron work. The surface should be free from scales, rust and grease. അത് ഇരുമ്പ് സർഫസിൽ ഉണ്ടാവുന്ന സ്കെയിൽസ് അങ്ങനെ ശർക്കങ്ങളെ പോലെയുള്ള പൊങ്ങിക്കല്, അതുപോലെ തന്നെ തുരുമ്പുകള്, അതുപോലെ ഗ്രീസ് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യണം, നമുക്ക് റിമൂവ് ചെയ്യണം. അത് അല്ല, അതെല്ലാം ഫ്രീ ആയിരിക്കണം നമ്മൾ പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് ഇരുമ്പ്. അപ്പൊ അതങ്ങനെയെല്ലാം റിമൂവ് ചെയ്യാം. സ്കെയിൽസ് ആൻഡ് റസ്റ്റ് ആർ ക്ലീൻഡ് ബൈ ഹാർഡ് വയർ ബ്രഷ്. നല്ല ഇരുമ്പിന്റെ വയർ ബ്രഷ് ഉപയോഗിച്ചിട്ട്, ഹാർഡായിട്ടുള്ള വയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് സ്കെയിൽസും അതുപോലെ തന്നെ നമുക്ക് റസ്റ്റും നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാൻ കഴിയും. Grease is removed by using petroleum or by hot alkaline solution of sodium carbonate or sodium hydroxide, benzene and lime water. ഗ്രീസ് എങ്ങനെയെല്ലാം റിമൂവ് ചെയ്യാം? പെട്രോളിയം ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാം. സാധാരണയായിട്ട് പെട്രോളാണ് കുറച്ചുകൂടി നല്ലത്. പെട്രോൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഗ്രീസിനെ തുടച്ച് കളയാം. അതുപോലെ ഹോട്ട് ആൽക്കലൈൻ സൊല്യൂഷനായ സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബെൻസീൻ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ലൈം വാട്ടർ ഉപയോഗിച്ചിട്ട് എല്ലാം ഗ്രീസിനെ നമുക്ക് എന്ത് ചെയ്യാം, തുടച്ച് കളയാം. സ്കെയിൽസും ഗ്രീസും അതുപോലെ റസ്റ്റ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് മുകളിലൊരു പ്രൈമിങ് കോട്ട് അടിക്കും. എന്ത് പ്രൈമിങ് കോട്ട് അടിക്കുക? നമ്മള് പ്രൈമിങ് കോട്ട് അടിക്കും. മെറ്റൽ പ്രൈമർ എന്ന് പറയും. മെറ്റൽ പ്രൈമറാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുക. മെറ്റൽ പ്രൈമർ, അതുപോലെ തന്നെ ഓയിൽ പ്രൈമറും നമ്മൾ മെറ്റലിന്റെ മുകളിൽ പ്രൈമിങ് കോട്ട് അടിക്കാൻ ഉപയോഗിക്കും. മെറ്റൽ പ്രൈമറും ഓയിൽ പ്രൈമറും ഉപയോഗിക്കും. സ്ട്രോങ് ഓട്ടോമൊബൈൽ പ്രൈമേഴ്സ് ഒക്കെ ഉണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ പ്രൈമേഴ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം പ്രൈമിങ് കോട്ടിന് ഉപയോഗിക്കാം. സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മെറ്റൽ പ്രൈമർ അല്ലെങ്കിൽ ഓയിൽ പ്രൈമർ. ഇതിന്റെ 1-2 കോട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈമർ അടിക്കുക. പ്രൈമർ അടിച്ചിട്ട് ഇതുപോലെ തന്നെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ഫിനിഷ് ഒരു റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ പെയിന്റ് ഒരു കോട്ട് അടിക്കുക. ആ കോട്ട് അടിച്ചാൽ അത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഫിനിഷിംഗ് കോട്ട് അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, സർഫസ് പ്രിപ്പറേഷൻ ആദ്യം നടത്തണം. ദെൻ അത് ഫസ്റ്റ് കോട്ട്, സെക്കൻഡ് കോട്ട്, 2 കോട്ട് പ്രൈമർ അടിക്കാം. ശേഷം 1-2 ഫിനിഷ് കോട്ടിങ്ങും നമ്മൾ അതിന് മുകളിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ്, പെയിന്റിംഗ് ഓൺ ഓൾഡ് ആൻഡ് വർക്ക്. The surface is prepared by scraping properly all the scales and rust with emery paper. അതാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇരുമ്പിന്റെ മുകളിൽ എന്തുണ്ടെങ്കിൽ റസ്റ്റോ അതുപോലെ തന്നെ സ്കെയിൽസ് ഉണ്ടെങ്കിൽ അതെല്ലാം എമറി പേപ്പറോ വയർ ബ്രഷോ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യണം. The greasy substances are removed with lime water. ഗ്രീസ് പോലുള്ള പദാർത്ഥങ്ങള് പെയിന്റ് സർഫസിന് മുകളിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ലൈം വാട്ടർ ഉപയോഗിച്ചിട്ട് കഴുകി കളയുക. The old paint may be burned with a blow lamp or by suitable solvents. നമ്മുടെ പെയിന്റ് വേണമെങ്കിൽ നമുക്ക് പെയിന്റ് അടിച്ചതിന്റെ മുകളിലാണ് അടിക്കാൻ പോകുന്നത്. അതാണ് ഓൺ ഓൾഡ് ആൻഡ് വർക്ക് വരുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ പഴയ പെയിന്റ് നമുക്ക് റിമൂവ് ചെയ്യാം. എങ്ങനെയെല്ലാം റിമൂവ് ചെയ്യാം? ബ്ലോ ലാമ്പ് ഉപയോഗിച്ച് കത്തിച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സോൾവെന്റ് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാം. After this, the surface is brushed with a hot linseed oil and painted as for new iron work. അല്ല, ചൂടുള്ള ലിൻസീഡ് ഓയിൽ ഉപയോഗിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു കോട്ടടിക്കുക. ശേഷം
സാധാരണ ന്യൂ അയൺ വർക്കിൽ ചെയ്യുന്ന പോലെയുള്ള ഫിനിഷിംഗ് കോട്ടുകൾ അടിക്കുക. ഇത്രയാണ് ഓൾഡ് അയൺ വർക്കിൽ ചെയ്യുന്നത്. നെക്സ്റ്റ്, ടൂൾസ് യൂസ്ഡ് ഫോർ പെയിന്റിങ്. ടൂൾസ് യൂസ്ഡ് ഫോർ പെയിന്റിങ്. Tools used for painting. Tools used for painting. First one, sander. Sander. സാൻഡർ എന്നിട്ടില്ലേ നമ്മുടെ മരത്തിൻ്റെ ഒക്കെ മുകളിൽ മിനുസടിക്കുന്ന സാധനമാണ് സാൻഡർ എന്ന് പറയുന്നത്. അങ്ങനെ മിനുസടിക്കുന്ന സാധനമാണ് സാൻഡർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, സർഫസ് ഗ്രൈൻഡർ. സർഫസ് ഗ്രൈൻഡർ. Surface. Second one, surface grinder. Sander, surface grinder. Third one, brushes. Brushes. ബ്രഷുകൾ പല സൈസുകളുള്ള പലതരത്തിലുള്ള ബ്രഷുകൾ അവൈലബിൾ ആണ്. ഫോർത്ത് വൺ, പെയിന്റിംഗ് കംപ്രസർ ആൻഡ് ഗൺ. പെയിന്റിംഗ് കംപ്രസർ, painting compressor and gun. പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്ന കംപ്രസർ ഉണ്ട്, അതുകൊണ്ട് സ്പ്രേ ഗൺ എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതിന്റെ ബാക്കിൽ പെയിന്റ് ഒക്കെ ഒഴിച്ച് അതിൽ കൂടെ തിന്നൊക്കെ ഒഴിച്ച് ആ എയറിന്റെ ശക്തിയിലാണ് ആ പെയിന്റിനെ എന്ത് ചെയ്യുന്നത്, സ്പ്രേ ചെയ്യുന്നത്. അതിന് സാധാ പെയിന്റ് അല്ല, അതിന് സ്പ്രേ പെയിന്റ് തന്നെ, സ്പെഷ്യൽ പെയിന്റ് അത് തന്നെ വാങ്ങിക്കണം. നല്ല പെട്ടെന്ന് നമ്മൾ അടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുള്ളൂ, പെയിന്റ് ഉണങ്ങി പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ സാഗിങ് പ്രോസസ് നടക്കും, പെയിന്റ് ഇങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ സാഗിങ് നടക്കാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല പെട്ടെന്ന് ഡ്രൈ ആവുന്ന പെയിന്റ്, അത് സോൾവെന്റ് ഒക്കെ അത്രയും നല്ലതായിരിക്കും. നെക്സ്റ്റ് വൺ, റോളേഴ്സ് ഫോർ പെയിന്റിങ്. റോളറുകൾ. റോളർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒരു വെടിന്റെ മുകളിൽ അങ്ങനെ ഉരുട്ടി പെയിന്റ് അടിക്കുന്ന റോളർ. നെക്സ്റ്റ് വൺ, വാട്ടർ ജെറ്റ് സർഫസ് ക്ലീനർ. വാട്ടർ ജെറ്റ് സർഫസ് ക്ലീനർ. നന്നായിട്ട് സർഫസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് വാട്ടർ ജെറ്റ് സർഫസ് ക്ലീനർ. വാട്ടർ ജെറ്റ് സർഫസ് ക്ലീനർ. അത് വെച്ച് സർഫസ് എല്ലാം നന്നായിട്ട് വെള്ളം വെച്ച് കഴുകി കളയാൻ ഉപയോഗിക്കുന്നതാണത്. നെക്സ്റ്റ് വൺ, എയർ ബ്ലോവർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നന്നായിട്ട് പൊടിയൊക്കെ തെറിപ്പിച്ച് കളയാൻ ഉപയോഗിക്കുന്നതാണ് എയർ ബ്ലോവർ. ദെൻ വയർ ബ്രഷസ്. വയർ ബ്രഷസ്. വയർ ബ്രഷ് മീൻസ് ഇരുമ്പിന്റെ കമ്പിയുള്ള ബ്രസ്റ്റില് ഇരുമ്പിന്റെ കമ്പികളാവും, അങ്ങനെയുള്ള ബ്രഷുകളാണ് ഉപയോഗിച്ചിട്ട് ഇരുമ്പിന്റെ മുകളിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ്സ് എല്ലാം കളയാൻ വയർ ബ്രഷ് ഉപയോഗിക്കും. ഇത്രയാണ് പെയിന്റിങ് ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതോടെ ഈ പാഠഭാഗം കഴിഞ്ഞു. നമുക്ക് അടുത്ത പാഠമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.